മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോളെ ഉപദേശിക്കുകയാണ് ഷാനവാസ്, ആദില, നൂറ, ശൈത്യ ഇവരൊക്കെ. നമ്മുടെ അനുമോളെ ആര്യൻ ചവിട്ടി. ആ ചവിട്ടും കൊണ്ട് ആ വിഷമത്തോടെ കട്ടിലേ പോയി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, നിനക്കൊരു ചവിട്ട് കിട്ടിയിട്ട് നീ അവിടെ കട്ടിലേ പോയിരിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അത് ആ ക്യാമറ കണ്ടില്ല, ഈ ക്യാമറ കണ്ടില്ല, ആ ക്യാമറ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്നൊന്നും പറയേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല. ഇവിടെ ഈ നോക്കുന്നിടത്തും പറയുന്നിടത്തും ഇരിക്കുന്നിടത്തും ഒക്കെ ഇഷ്ടം പോലെ ക്യാമറകളുണ്ട്. നമ്മൾ കാണാത്ത പല ക്യാമറകളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ എന്നെ മാത്രമല്ലേ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. എനിക്കതുകൊണ്ട് ഭയങ്കര സങ്കടമാണ് അനുമോൾ പറയുന്നുണ്ട്. നിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആ കാര്യങ്ങളിലൊന്നും അവിടെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നിൻ്റെ നേർക്ക് എല്ലാ പ്രശ്നങ്ങളും വരുന്നത്. നീ ആദ്യം പോയി കംപ്ലൈൻറ്റ് പറയാൻ നമ്മൾ യാതൊരുവിധ പേടിക്കേണ്ട, ആരെയും പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല എന്നാണ് ഷാനവാസ് പറയുന്നത്. നീ ഇത്രയ്ക്ക് മണ്ടിയായി പോയല്ലോ, ആ ചവിട്ടും കൊണ്ടിട്ട് അവിടെ ഇരിക്കുന്നത്. നിനക്ക് അവനോട് പറഞ്ഞുകൂടായിരുന്നില്ലേ എൻ്റെ കാലിൽ കയറി ചവിട്ടരുതെന്ന്? നിനക്ക് അതൊന്നും പറയാൻ അറിയില്ല അനുമോളെന്ന്. ഇതേ ഇരിപ്പായിരുന്നു ഇക്ക അവിടെ ഇരുന്നതെന്ന് ആദിലെ നൂറയൊക്കെ പറയുന്നുണ്ട്. ശൈത്യം പറയുന്നുണ്ട്, നീ മറ്റുള്ളവരുടെ ചവിട്ട് കൊള്ളാൻ വേണ്ടിയിട്ടാണോ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത്? അങ്ങനെയല്ല, പക്ഷെ നമ്മൾ കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടിന്നൊക്കെ പോയി വെറുതെ ചെറിയ പിള്ളേരെ പോലെ. അതെങ്ങനെയാണ് ബിഗ് ബോസിനോട് ഇങ്ങനെയൊക്കെ പറയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ പറയാതെ മിണ്ടാതെയൊക്കെ ഇരുന്നത്. ഓരോ പ്രശ്നങ്ങൾ വെറുതെ ഉണ്ടാക്കണ്ടല്ലോ. ഞാൻ അവൻ്റെ അടുത്ത് പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദേഷ്യപ്പെട്ട് എന്നോട് ഭയങ്കര ദേഷ്യപ്പെടും. അപ്പോൾ പിന്നെ ഞാൻ മിണ്ടാണ്ടിരിക്കുന്നതല്ലേ നല്ലതെന്ന് അനുമോള് പറയുന്നുണ്ട്.